കോൺഗ്രസ് നേതാക്കളിലെ അനൈക്യം പരിഹരിക്കപ്പെടുമോ? സർക്കാരിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ പ്രതിപക്ഷത്തിന് കൃത്യമായി കഴിയുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇടയിലാണ് മുൻമന്ത്രി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ പ്രധാനി കൂടിയായിട്ടുള്ള VM സുധീരൻ ക്യുവൈറ്റിനൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ജനകീയ പോരാട്ടങ്ങളുടെയൊക്കെ മുഖമായി കണക്കാക്കപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ VM സുധീരൻ. പക്ഷേ കുറച്ചു കാലമായിട്ട് അതൊരു അസാന്നിധ്യമാണ് കാണുന്നത്. പക്ഷേ ഈയിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ താങ്കൾ വന്നു. ആ സാന്നിധ്യം രാഷ്ട്രീയം മാത്രമാണോ? അല്ല, ഞാൻ ഒരിക്കലും പൊതുരംഗത്ത് നിന്ന് മാറി നിന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞൊരു വർഷമായി വിവാദങ്ങളിലേക്കൊന്നും പോകാറില്ല. അതുകൊണ്ടാണ് മാധ്യമ ശ്രദ്ധ വരാത്തത്. പക്ഷേ കേരളം മുഴുവൻ ഞാൻ യാത്ര ചെയ്യാറുണ്ട്, പൊതുപരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ പഴയ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ നിലനിർത്താറുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന രീതിയിൽ എനിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കോൺട്രവേഴ്സികളിൽ പൂർണ്ണമായിട്ട് ഒന്ന് ഒഴിവാക്കുന്ന ഒരു രീതി സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വലിയ മാധ്യമ ശ്രദ്ധ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആശാ സമരത്തിൽ നിന്ന് തന്നെ ഒന്നുകൂടെ തുടങ്ങിയാൽ ഈ സമരങ്ങൾ പലതും സർക്കാരിനെതിരായിട്ടുള്ള പല സമരങ്ങളും ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ആശമാരുടെ സമരം അത് ആശമാർ പോലുമല്ല, അതിന് പിറകിൽ മറ്റ് സംഘടനകളുണ്ടെന്ന് CPM നേതാക്കൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സമരപ്പന്തലിൽ പോയി ആ പിന്തുണ കൊടുത്ത സമയത്ത് അത് ഏത് രീതിയിൽ? ഞാൻ ഈ ആശമാരുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. അവർ സമരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ സമരം മുന്നോട്ട് നിൽക്കുമ്പോഴോ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യവും അവർക്ക് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരിനെ പറ്റിയൊരു വലിയ പാളിച്ചയുണ്ട്. ആശമാർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വലിയൊരു സേവനമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് കാലത്തൊക്കെ നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിയത്, കോവിഡ് രോഗികളെ കണ്ടെത്തിയത്, അവരെ ചികിത്സിച്ചത്, അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുത്തത്, അപ്പോൾ സ്വന്തം ജീവനെപ്പോലും അവരുടെ റിസ്ക് എടുത്തുകൊണ്ട് അത്രയും വലിയൊരു മഹനീയ സേവനമാണ് അവർ നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് ആ കാലത്തുണ്ടായ പ്രവർത്തന രംഗത്തുണ്ടായ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായിട്ടുണ്ടോ ആ നേട്ടങ്ങളിൽ മുഖ്യ പങ്ക് ആശമാരുടെ സേവനമാണ്. അതുകൊണ്ട് തന്നെ ആശാ സംഘടന ആ സഹോദരിമാർ ആവശ്യമുന്നയിച്ചപ്പോൾ അവരുമായി സംസാരിച്ച് തീർക്കേണ്ടത്, നമുക്ക് സംസാരിച്ചാൽ തീരാത്ത വല്ല പ്രശ്നമുണ്ട്. അവരെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ താല്പര്യവും ആ കാലത്ത് അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടേതായ ആവശ്യങ്ങളിലേക്ക് ഞാൻ അവരുമായി പല സന്ദർഭങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് സംസാരിച്ചൊരു സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സംസാരിക്കേണ്ടതായിരുന്നു. അവരെ ഒരു സമരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു. നമുക്കറിയാം, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, സമരങ്ങളുണ്ടാകും, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ആ സമരങ്ങളുണ്ടാകുമ്പോൾ സമരത്തിനാധാരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഒരിക്കൽ ചർച്ച ചെയ്ത് പരിഹരിച്ചില്ലെങ്കിൽ പിന്നെയും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പാടില്ലാത്ത ഒരു പ്രശ്നമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പ്രശ്നം വളരെ സങ്കീർണമാക്കി, അവരുടെ ചർച്ച പ്രഹസനമായി മാറി. ഇപ്പോൾ അവരൊരു സുപ്രധാനമായൊരു ഘട്ടത്തിലെത്തി നിരാഹാരത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും എൻ്റെ റിക്വസ്റ്റ്, ഇനിയെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നൊരു കള്ളക്കളി ഉണ്ടല്ലോ, ആ കള്ളക്കളി ഒഴിവാക്കണം. CPMൻ്റെ സമരങ്ങളോട്ടുള്ള അനുഭാവം അല്ലെങ്കിൽ മനോഭാവം മാറുന്നു എന്നാണല്ലോ താങ്കൾ പറയുന്നത്. അപ്പോഴും ഒന്നിലേറെ ജനകീയ സമരങ്ങൾ നടക്കുന്ന സമയമാണ് ഇപ്പോൾ തന്നെ. ഇത് കൃത്യമായിട്ട് ഏറ്റെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ? കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നത് അതൊരു കൃത്യമായ ഒരു ഘട്ടത്തിൽ എത്തിക്കാനെങ്കിലും ശരിക്കും കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ? അല്ല, കോൺഗ്രസ് ഇപ്പോൾ നല്ലൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇടക്കാലത്ത് നമുക്കറിയാം അതിൻ്റെ സംഘടനാ സംവിധാനത്തിലുണ്ടായ പോരായ്മകളുണ്ടായിരുന്നു. അതുകൊണ്ട് പല സമരങ്ങളും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ആ ഉയർന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ അന്തരീക്ഷം മാറി. ഇപ്പോൾ ഒന്നാമത് കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ തന്നെ, സംഘടനാപരമായ അന്തരീക്ഷത്തിൽ തന്നെ ഒരു മാറ്റം വന്നിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഡൽഹിയിലുണ്ടായ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ഹൈക്കമാൻഡിനെ അക്കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. കാരണം ടൈമിലി ഇൻ്റർവെൻഷനായിരുന്നു. സ്ഥിതിഗതികളൊന്നും മോശമായി വരുന്നു എന്ന് തോന്നിയൊരു സമയത്താണ് ഹൈക്കമാൻഡ് ഇടപെട്ടു. പ്രധാനപ്പെട്ട നേതാക്കൾ ഡൽഹിയെ വിളിച്ചു, 3-4 മണിക്കൂറോളം ചർച്ച നടത്തി.
വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിലെ കോൺഗ്രസിൻ്റെ അന്തരീക്ഷം ഒരു നല്ല ഐക്യത്തിൻ്റെ അന്തരീക്ഷം വന്നിട്ടുണ്ട്. ഈ അന്തരീക്ഷം മുന്നോട്ട് പോവുക, സംഘടനാ സംവിധാനത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. പിന്നെ ഇപ്പോൾ ഈ ആശാസമരം ഉൾപ്പെടെയുള്ള ഈ സമരങ്ങളോടിപ്പോൾ ഇന്നലെ പ്രതിപക്ഷം നിയമസഭയിൽ അവർ ശരിക്ക് പ്രവർത്തിച്ചു. ഫലപ്രദമായ ഇടപെടലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയും മറ്റ് പ്രതിപക്ഷ MLA-മാരുടെയും. ശരിയായ രീതിയിൽ അത് ഈ പ്രശ്നം സഭയിൽ അവർ ഉന്നയിച്ചു. UDF ആ തരത്തിൽ നിൽക്കുമ്പോഴും ഈ ലീഗ് പോലും ഈ കോൺഗ്രസിലെ അനൈക്യം മാറാൻ നടപടിയെടുക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോൾ ഈ ഹൈക്കമാൻഡ് ഡിസ്കഷനോട് കൂടി ആ അനൈക്യം പരിപൂർണമായിട്ട് പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. ഐക്യമില്ലായ്മയുടെ വാർത്തകൾ, പല രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നല്ലോ, അതിനൊക്കെ ഒരു ശാന്തത കൈവന്നിട്ടുണ്ട്, ഒരു അന്ത്യം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സ്പിരിറ്റുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പരമപ്രധാനം. അതിൽ ഒരു പാളിച്ച വരാതിരിക്കാൻ എല്ലാവരും ജാഗ്രതയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ പ്രവർത്തനം കുറേ കൂടി മികച്ച രീതിയിൽ ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ വരുന്ന വാർത്തകൾ എന്ന് തന്നെ പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു കുറേ കാലമായിട്ടുള്ളൊരു ശൈലി തന്നെ ഒരു ദ്വന്ദ്വ വാദപ്രതിവാദങ്ങൾ രീതിയിൽ ഇപ്പം കെ കരുണാകരനും എ ആന്റണിയും തൊട്ട് അതിപ്പോൾ ചെന്നിത്തലയും സതീശനും വരെ നിൽക്കുമ്പോൾ പോലും അതുമായിട്ട് പക്ഷെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അത് അങ്ങനെ ഒരു തിരുത്തലൊക്കെ പാർട്ടിക്ക് വേണ്ടതല്ലേ ശരിക്കും? അല്ല, അതായത് അങ്ങനെയല്ല. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിൽ ഒന്ന് സുതാര്യമാണ്. കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ രഹസ്യമില്ല. രഹസ്യമായി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ തന്നെയും അത് പരസ്യമാകും. ഒരിക്കലും കോൺഗ്രസ്സിനൊരു രഹസ്യ സ്വഭാവമില്ല. കോൺഗ്രസ് ഒരു തുറന്ന പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് അഭിപ്രായങ്ങൾ വരും, പല വിമർശനങ്ങൾ ഉയർന്നു വരാം, പരസ്യമായ അഭിപ്രായങ്ങൾ വരാം. ഇതൊക്കെ പുതിയൊരു അനുഭവമൊന്നുമല്ല. പഴയ കാലം മുതലേ കോൺഗ്രസിൻ്റെ രീതി പരിശോധിച്ചാൽ നമുക്കിതെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിനകത്ത് തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അഭിപ്രായ വിയോജിപ്പുകൾ ഒക്കെ വരുമ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോഴും അതിൽ ആത്യന്തികമായി നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ മുന്നിൽ ഒന്നിച്ച് നിൽക്കുക. അതൊരു നിർണായക സന്ദർഭം വരുമ്പോൾ എല്ലാവരും ഒന്നിക്കുക. അതാണ് കോൺഗ്രസിൻ്റെ രീതി. ഈ പറഞ്ഞ ദ്വന്ദ്വത്തിൽ നിന്നും മാറി നേതാക്കന്മാരുടെ വലിയൊരു ബാഹുല്യം ഇപ്പോൾ കോൺഗ്രസിനകത്ത്, അതും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടാത്ത നേതാക്കന്മാർ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. CPM-ൽ ഏകാധിപത്യമാണെന്ന് കോൺഗ്രസ് വിമർശിക്കുമ്പോൾ പോലും ഈ രീതിയിലുള്ള ഒരു ബാഹുല്യം അത് പാർട്ടിക്ക് ശരിക്കും ഗുണം ചെയ്യും. ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. എല്ലാ കാലത്തും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, ഒരു റേഞ്ചിലല്ലെങ്കിൽ മറ്റൊരു റേഞ്ചിൽ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊക്കെ അതിൻ്റേതായ രീതിയിൽ നിർത്തേണ്ട സമയത്ത് നിർത്തി. ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ട ചർച്ചകളിലൊരു പ്രധാന കാര്യമായി അവർ ഉന്നയിച്ചതും അവർ ചൂണ്ടിക്കാണിച്ചതും ഇത്തരം പ്രശ്നങ്ങൾ, ഈ തരത്തിലുള്ള പരസ്യമായ വിവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു കാരണവശാലും ഉണ്ടാകരുതെന്നുള്ളതാണ്. അതിന് നല്ലൊരു പോസിറ്റീവായ റെസ്പോൺസാണ് കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അതാണ് നമ്മുടെ ശുഭപ്രതീക്ഷ. മുന്നണിയുടെ ഐക്യം ഉറപ്പാക്കേണ്ടത് കോൺഗ്രസ്സാണ് എന്ന് ലീഗ് തന്നെ പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. അതായത് ആ ഐക്യം ഇല്ല എന്ന് ലീഗിനെ പോലൊരു ഘടകകക്ഷിക്ക് തോന്നുന്നതുകൊണ്ടാണല്ലോ ഇനിയിപ്പോൾ 10 വർഷത്തോളം പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നു. ഇനിയും അങ്ങനൊരു സാഹചര്യം വന്നു പോയാൽ ഇതിനകത്തുള്ള പല പാർട്ടികളും ഒരുപക്ഷെ ചേരി വിട്ടുപോകും. ആ ഒരു സ്ഥിതി കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടാകും, മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമെന്നാണ്. ഒരു കാരണവശാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ആവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മൾ സാധാരണ ഒരു ഓട്ടോറിക്ഷ കയറി നോക്കുക, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരോട് സംസാരിക്കുക. അവരുടെ ചോദ്യം സാറേ ഇവരെ മാറ്റില്ലേ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു ഗവൺമെൻറ് ജനമധ്യത്തിൽ ഇത്രയും അഭിപ്രായം നഷ്ടപ്പെട്ട ഒരു ഗവൺമെൻറ്, അല്ല ജനങ്ങൾ നേരിട്ട് വിമർശിക്കുന്ന തലത്തിലേക്ക് സർക്കാർ വന്നിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ജനാധിപത്യ ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കൺസെപ്റ്റ് ഇല്ലേ? എന്താ ഈ സർക്കാർ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ്. ശരിയായി ജനങ്ങളേൽപ്പിച്ച അധികാരം ഫലപ്രദമായി വിനിയോഗിക്കുകയാണെങ്കിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കാം. ജനങ്ങൾക്ക് എത്രയോ ആശ്വാസം നൽകാം. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം കൈവിട്ട രീതിയിലാണ്. ശരിക്കൊരു മുതലാളിത്ത ഗവൺമെൻറ് വന്നാൽ എന്തായിരിക്കുമോ സ്ഥിതി? അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്.
ഇപ്പം നരേന്ദ്രമോദി ഡൽഹിയിൽ എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ ഒരു തനിയാവർത്തനമായി ഇവിടെ മാറിയിരിക്കുകയാണ്. ഈ 2016 മുമ്പുള്ള ഒരു കാലത്തേക്ക് എടുക്കുമ്പോൾ അന്ന് സുലഭമായി കിട്ടിയിരുന്ന മദ്യം അതിൻ്റെ സോഴ്സൊക്കെ നിരോധിക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങൾ താങ്കൾക്കും AK ആൻ്റണിക്കും ഒക്കെ കൃത്യമായിട്ടുള്ളൊരു പങ്കുണ്ട്. പക്ഷേ ആ നടപടികൾ കൊണ്ട് മദ്യ ഉപയോഗം കുറഞ്ഞിരുന്നു. നമ്മൾ കണക്ക് നോക്കിയാൽ മതി. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് ബാറുകൾ അടച്ചപ്പോൾ അതിൻ്റെ ഫലമായി കുറഞ്ഞിരുന്നു. മദ്യത്തിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ഉപയോഗം കുറഞ്ഞിരുന്നു. കണക്കുകൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇവർ പറയുന്ന വിദേശ മദ്യ ഉപയോഗം ആ സമയത്ത് കൂടിയില്ല. ഇല്ല, കുറഞ്ഞിരുന്നു. മദ്യത്തിൻ്റെ ഉപയോഗം ആ കാലത്ത് കുറഞ്ഞിരുന്നു. തന്നെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അന്ന് മദ്യം ഉപയോഗിച്ചിരുന്നവരുടെ എണ്ണം പലരും കുറഞ്ഞിരുന്നത് അതേപടി മുന്നോട്ട് പോകുന്നുണ്ട്. തന്നെ ഈ നല്ലൊരു കാര്യം അപർണ, അതായത് നമുക്ക് ഈ കോവിഡ് കാലത്തെ ലോക്ക്ഡൗൺ പീരീഡ് ഉണ്ടല്ലോ, ഒരു വലിയ അനുഭവ പാഠമാണ്. 64 ദിവസത്തെ ലോക്ക്ഡൗൺ. ആ കാലത്ത് മദ്യശാലകൾ മുഴുവനായി അടഞ്ഞു കിടന്നു. ആദ്യം 2-3 ദിവസം ചില പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു, പിന്നെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ വ്യാജമദ്യം ഇല്ല, വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇല്ല, തെറ്റാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അന്നത്തെ വെബ്സൈറ്റ് നോക്കിയാൽ മതി. സ്പിരിറ്റ് നിർമ്മാണം കുറവാണ്, മയക്കുമരുന്ന് പിടിച്ച കേസുകൾ കുറവാണ്. മദ്യത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ മദ്യം നിരോധനവുമായി ബന്ധപ്പെട്ട് പല നടപടികൾ ഉണ്ടായപ്പോഴാണ് മയക്കുമരുന്ന് സുലഭമായി തുടങ്ങിയതെന്നാണ് പൊതുവേ പറയുന്ന വിലയിരുത്തലുകൾ. അതങ്ങനെ അല്ല. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് 64 ദിവസത്തെ ലോക്ക്ഡൗൺ. ആ 64 ദിവസത്തെ ലോക്ക്ഡൗൺ കണക്കുകൾ കൃത്യമായി ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റ് ഒന്നും കാണിക്കുന്നില്ല. അന്നൊക്കെ കാണിച്ചിരുന്നു. ആ കണക്കിൻ്റെ കീഴിൽ കൃത്യമായിട്ടുണ്ട്. നമ്മുടെ അതിക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗവേഷക സംഘടനയുണ്ട്, ജോൺസൺ ഇടയാളമുള്ള നേതൃത്വം കൊടുക്കുന്നത്. അവർ നടത്തിയ ഒരു ഗവേഷണമുണ്ട്, പഠനമുണ്ട്. ആ കാലത്ത് മദ്യം ഉപയോഗിക്കുന്നവർ അതിൽ നിന്നും പിൻവാങ്ങിയതിൻ്റെ ഫലമായി ഏതാണ്ട് 3900 കോടി രൂപയുടെ ബെനിഫിറ്റ്, സാമ്പത്തിക നേട്ടം ആ കുടുംബങ്ങൾക്കുണ്ടായി എന്ന് ആ കണക്ക് പറയും. ഈ 30 രൂപയുടെ വാറ്റ് ഉപയോഗിക്കാൻ കഴിയാതിരുന്ന ഒരാൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ മയക്കുമരുന്നിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇതെങ്ങനെ വ്യാപിച്ചു? ഇത് വേറൊന്നുമല്ല, ഇതാകുമ്പോൾ നല്ല ലോബിയുണ്ട്. മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ലോബിയാണ്. അവരുടേതായിട്ടുള്ള അത് ഇൻ്റർനാഷണൽ ലോബിയുടെ ഒരു വലിയൊരു സ്ട്രാറ്റജിയാണ് ഈ സംഭവം. അപ്പോൾ അവരുടെ ശ്രമങ്ങളുണ്ടാവും. പിന്നെ കേരളത്തിലൊരു ഒന്നും ഞാൻ ചൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് വിമുക്തി എന്ന് പറയുന്നത് കൊണ്ടു നടക്കുന്നത്. മദ്യം വ്യാപിപ്പിക്കുന്നവർ വിമുക്തി കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ചുരുങ്ങിയത് ആരോഗ്യ വകുപ്പിനെങ്കിലും ഏൽപ്പിക്കണ്ടേ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ഏൽപ്പിക്കണ്ടേ? ഇത് എക്സൈസുകാർ തന്നെ മദ്യം വ്യാപിപ്പിക്കുന്നവരും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നവർ അവർ തന്നെ വിമുക്തിയുമായി മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊരു പാഴ്വേലയാണ്. സർക്കാർ ആത്മാർത്ഥതയുള്ളൊരു സർക്കാരാണെങ്കിൽ ഒരു സംശയം വേണ്ട. ഞാൻ ഇപ്പോൾ മയക്കുമരുന്നിനെതിരെ സ്ട്രോങ് നടപടി വരുന്നുണ്ടല്ലോ, ഈ നടപടി എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ? അപ്പോൾ ഇപ്പോൾ ശക്തമായി ജനാഭിപ്രായം ഉയർന്നു വന്നു. സർക്കാർ പ്രതിക്കൂട്ടിലായതുകൊണ്ട് മുഖം രക്ഷിക്കാൻ വേണ്ടിയ നടപടിയാണ്. കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഒരു ടോപ്പ് പ്രയോറിറ്റി അല്ല. ലഹരി അവരുടെ ഒരു ടോപ്പ് പ്രയോറിറ്റി അല്ല. ഇപ്പോൾ ടോപ്പ് പ്രയോറിറ്റി ആകുന്നതിൻ്റെ കാരണം ശക്തമായ ജനാഭിപ്രായം വന്നിരിക്കുന്നു. കാരണം നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങളാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ആ സാഹചര്യം വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ ലഹരി പിടുത്തം സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ മദ്യവ്യാപനം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ ലഹരി വ്യാപനത്തെയും പ്രോത്സാഹിപ്പിച്ചു ഒരു കാലത്ത്, അങ്ങനെയാണ് കൂടിയാണ്. അല്ല, അവരെ തടഞ്ഞില്ല. ലഹരി വ്യാപിക്കുമ്പോൾ അത് തടയണ്ടേ? ഇത് തടയാൻ ഞാൻ ചോദിക്കട്ടെ, ക്ലാസ് എടുത്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഒരു വലിയൊരു സംഗതിയുണ്ട്. ഇത് തടയണം, ഈ സാമൂഹ്യ വിപത്ത് തടയണമെങ്കിൽ ഒന്ന് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനം സർക്കാരിൻ്റെ സ്ട്രോങ് ആക്ഷനാണ്. സ്ട്രോങ് ആൻഡ് ടൈംലി ആക്ഷൻ നമ്പർ 1. നമ്പർ 2, വീടുകളിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ വലിയ അക്ഷരാർത്ഥം ഞാൻ തുറന്ന് പറയട്ടെ, എനിക്ക് വളരെ പറയാൻ ദുഃഖമുണ്ട്. കേരളം ഒരു വലിയ സാമൂഹ്യ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് അവസാനിക്കും? പക്ഷേ സമയത്ത് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ച് ടൈമിന് ഇടപെട്ട് ഇതിൻ്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തണം, മദ്യനയം പിൻവലിക്കണം. അതുപോലെ തന്നെ ഈ മദ്യവ്യാപനത്തിൻ്റെ അന്തരീക്ഷം മാറ്റണം. അതുപോലെ മയക്കുമരുന്ന് ആര് കൊള്ളുന്നാലും കൈയോടെ പിടിക്കുക. പിന്നെ ശിക്ഷ,
കൺവിക്ഷൻ റേറ്റ് കുറവാണ്. എന്താ ശിക്ഷ വരുന്നത്? ഒരു ശിക്ഷയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കോൺഗ്രസ് സ്വയം കൂടി കോൺഗ്രസിൻ്റെ ഒരു ഗ്രോത്ത് വിലയിരുത്തുന്നുണ്ടാകുമല്ലോ. ഇപ്പോൾ 45 കൊല്ലമായിട്ടൊക്കെയുള്ള ഒരു മുന്നണി സംവിധാനം ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഭരിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് CPM വളർന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അത് വെച്ച് നോക്കുമ്പോൾ അത് ക്ഷയിച്ച ഒരവസ്ഥയിൽ. അല്ല, കോൺഗ്രസ് ആ രീതിയിലല്ല. കോൺഗ്രസ് ക്ഷയിച്ചു എന്ന് പറയാനുമായില്ല. പക്ഷെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു പഴയ രീതിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാനസികമായി മെൻ്റലി ഒരു യുണൈറ്റഡ് ഫ്രണ്ട് പൊളിറ്റിക്സാണ് ഈ തലമുറകളായി നിൽക്കുന്നത്. പഴയ കാലത്തെ 1967 കോൺഗ്രസ് ഏറ്റവും ഒടുവിലായി ഒറ്റയ്ക്ക് നിന്നത്. ഈ ഒറ്റയ്ക്ക് നിന്നാലൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നിസ്സാര വോട്ടിൽ തോൽക്കും. അന്ന് കേരളത്തിലെ പല സീറ്റുകളിലും കോൺഗ്രസ് തോറ്റത് നിസ്സാര വോട്ടിലാണ്. പക്ഷേ ആത്യന്തികമായി ഫലം വന്നപ്പോൾ കേവലം 9 സീറ്റ് മാത്രമാണ് കിട്ടിയത്. എന്നാൽ കേരളത്തിലെ അന്ന് സപ്തമുന്നണിയാണ്. EMSൻ്റെ നേതൃത്വത്തിൽ, CPMൻ്റെ നേതൃത്വത്തിൽ സപ്തമുന്നണി എല്ലാം കൂടി ചേർന്നിട്ട് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. ആ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് മിക്കവാറും സീറ്റുകൾ നിസ്സാര വോട്ടുകൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഐക്യമുന്നണി രാഷ്ട്രീയം വേറൊരു പാഠമാണ് നൽകുന്നത്. ആ രീതിയിലുള്ള നിസ്സാര വോട്ടുകൾക്ക് പോകുന്നത് ഒഴിവാക്കിക്കൊണ്ട് പരസ്പരം യോജിക്കാവുന്ന കക്ഷികൾ യോജിച്ച്, ഇപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് നല്ലൊരു കോമ്പിനേഷനാണ്, ഒരു പൊളിറ്റിക്കൽ കോമ്പിനേഷനാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ്. അപ്പോൾ കക്ഷികളൊക്കെ കൂടി ചേർത്ത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലീഗും കോൺഗ്രസും ഒന്നിച്ചു പോകുന്നത് തന്നെയാണ് ഏറ്റവും. പക്ഷേ ലീഗ് ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന് നിലനിൽപ്പുണ്ടോ മുന്നണി എന്നുള്ളൊരു ചോദ്യം പോലും വരികയാണ്. ചോദ്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അവരും കൂടെ ഒന്നിച്ച്, കാരണം എത്രയോ കാലമായി നിൽക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നതിൽ അതൊരു അപ്രായോഗികമായ ഒരു സമീപനമായിരിക്കും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വിഷയം മധ്യ തിരുവിതാംകൂർ പോലും നല്ല സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസിന് ആ സ്വാധീനം കുറയുന്ന കാഴ്ചകൾ, ഈ സമുദായങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഡിപ്ലോമസി കോൺഗ്രസ് കൈവിട്ടുപോയി അല്ലെങ്കിൽ കളഞ്ഞു, അതുകൊണ്ടായിരിക്കുമോ? അതുകൊണ്ടൊന്നല്ല. അതൊന്നും ആത്യന്തികമായി ഇതൊന്നും കോൺഗ്രസിനെ ബാധിക്കില്ല. കാരണം ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു കാര്യം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പാളിച്ച വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. പണ്ട് ഈ AK ആൻ്റണി, K കരുണാകരൻ അവർ രണ്ടുപേരും കോൺഗ്രസിനെ നയിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു വലിയൊരു ഗുണമുണ്ട്. നല്ല ഗ്രൂപ്പ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് മത്സരം ഉണ്ടായിരുന്നെങ്കിലും നല്ലൊരു ഗുണം പോസിറ്റീവ് സൈഡുണ്ടായിരുന്നു. എന്താ പോസിറ്റീവ് സൈഡെന്ന് പറഞ്ഞാൽ, ഒന്ന് ജനസ്വാധീനമുള്ള ജനസ്വീകാര്യതയുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കുക. ഒന്ന്, നമ്പർ 1. നമ്പർ 2, സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ ഒരിക്കലും കാലുവാരലില്ല. സോഷ്യൽ ബാലൻസ് ഈ ആൻ്റണി കരുണാകരൻ ആ കാലത്ത്, ടീമിൻ്റെ കാലത്ത് സോഷ്യൽ ബാലൻസ് കൃത്യമായി പാലിച്ചിരുന്നു. അത് ജില്ലകളിൽ, സംസ്ഥാന തലത്തിൽ ഒരു ലിസ്റ്റ് വന്നാലുണ്ടല്ലോ, ജില്ലാ തലത്തിൽ ഓക്കെ, സ്റ്റേറ്റ് തലത്തിൽ ഓക്കെ, അങ്ങനെ ഒരു ഇതൊന്നും ആരും പരസ്യമായി ചർച്ച ചെയ്തിട്ടല്ല. ഇതൊന്നും ഒരു വാദപ്രതിവാദത്തിൻ്റെ അടിസ്ഥാനത്തിലോ വിലപേശലിൻ്റെ അടിസ്ഥാനത്തിലോ വന്നിട്ടുള്ളതല്ല. മറിച്ച് അന്തിമ തീരുമാനം വരുമ്പോൾ ഈ സോഷ്യൽ ബാലൻസിങ്, അത് ഇക്വിലിബ്രിയം, അത് കൃത്യമായി നടത്തിയിരുന്നു. അതൊരു വലിയൊരു പാഠമാണ്, എക്കാലത്തെയും തലമുറകൾക്കൊരു പാഠമാണ്. ഈ ആൻ്റണി കരുണാകരൻ കാലത്തെ സ്ഥാനാർത്ഥി നിർണയം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ കാലത്തെല്ലാം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയവരടക്കം പറഞ്ഞ ചില പോയിൻ്റുണ്ട്. അതാണ് ശ്രീ VM സുധീരനെ പോലെയുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇങ്ങോട്ട് പറയുന്നത്. പഴയ കാലത്ത് എന്തുണ്ടായിരുന്നു, ഇപ്പോഴതില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും പടിയിറങ്ങിപ്പോയിരിക്കുന്നത്. അതിനകത്ത് സോഷ്യൽ ബാലൻസിങ് ഇല്ല എന്ന് പറയുന്നു, ജനങ്ങൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥി അല്ല നിർത്തിയെന്ന് പറയുന്നു, കാലുവാരി തോൽപ്പിച്ചു, ഇതും പറയുകയുണ്ടായി. അപ്പോൾ അത് ഈ 3 വിഷയങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നാണ്. അതല്ല, ഇതൊക്കെ നമ്മുടെ മുന്നിൽ, ഈ തലമുറയുടെ മുന്നിലൊരു പാഠമാണ്. എക്കാലത്തും നമുക്ക് അനുവർത്തിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ഒരു പാഠമാണ്. കാരണം അതാണ് നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലം, നമ്മുടെ അഭിമാനകരമായ പശ്ചാത്തലം അതാണ്. എന്തുകൊണ്ട് കൃത്യമായി അതിപ്പോൾ പരിശോധിക്കപ്പെടുന്നില്ല? അതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച നടക്കുന്നുണ്ട്. സോഷ്യൽ ബാലൻസിങ് വേണ്ട രീതിയിൽ വരുന്നില്ല എന്നൊരു സ്വയം വിമർശനപരമായി തന്നെ ചർച്ച നടക്കുന്നുണ്ട്.
അതിന് പരിഹാരം ഉണ്ടാവും. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ പാളിച്ചകൾ സംഭവിച്ചത് കൊണ്ടുകൂടിയാണ് ഈ 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത് എന്ന് പാർട്ടി ഒരു സ്വയം വിമർശനം നടത്തുന്നുണ്ടോ? ഇതൊന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്ര കൂടുതലായി പറയുന്നില്ല. ഒരു കാര്യം ശരിയാണ്, നല്ല സ്ഥാനാർത്ഥി നിർണയം, ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം, സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നതിൽ സാമൂഹ്യ സന്തുലിതാവസ്ഥ, അത് കൃത്യമായി മുൻകാലങ്ങളെപ്പോലെ കുറ്റമറ്റ രീതിയിൽ ജനസ്വീകാര്യതയുള്ള സാമൂഹ്യ സന്തുലിതാവസ്ഥ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ വരിക, ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുക. ഒന്ന്, ജനങ്ങൾ വലിയൊരു ഉത്തരവാദിത്തമാണ് കോൺഗ്രസിൽ കാണുന്നത്. കാരണം ജനങ്ങൾക്ക് പിണറായി ഭരണം മടുത്തിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഭരണവും അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കാര്യമായി കുറഞ്ഞു വന്നത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ അവർക്ക്. ഈ കേരളത്തെ സംബന്ധിച്ചും കാരണം ഇവിടെ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചോദിച്ചാൽ അതൊരിക്കലും പിണറായി ഭരണം പോലെ ആയിരിക്കരുത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോഴും പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നു, കോൺഗ്രസ് വലിയ ഒരു വിജയം നേടുന്നു. അതിനെക്കുറിച്ച് ആ തരത്തിലാണ് ഇനി അടുത്ത അജണ്ട മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം ആ സമയങ്ങളിൽ മുഴുവൻ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് മുതിർന്ന നേതാക്കന്മാരുടെ അസംതൃപ്തിയും അകത്ത വിഷയങ്ങളുമായിരുന്നു. അപ്പം ഇത് എവിടേക്കാണ് ഇത് ഡൈവേർട്ട് ചെയ്യുന്നത്? ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ടത്. അതാണ് ഹൈക്കമാൻഡ് അഭിനന്ദിക്കാൻ കാരണം. അങ്ങനെ പ്രശ്നങ്ങളൊരു ഒരു 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 ശരിയായ വഴിയിലൂടെ അല്ല ഒരു പാളിപ്പോകുന്നു എന്ന് വന്ന ഘട്ടത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെട്ടു, ശക്തമായി ഇടപെട്ടു. അത് വളരെ പ്രയോജനം ചെയ്തു. അതിനുശേഷം കഴിഞ്ഞൊരു മാസക്കാലം ശ്രദ്ധിച്ചാൽ ആ തരത്തിലുള്ള പാളിച്ചകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതൊരു നല്ല ഒരു അനുഭവമാണ്, നല്ലൊരു ഇടപെടലായിരുന്നു ഹൈക്കമാൻഡിൻ്റെ. ശശി തരൂരിൻ്റെ പ്രസ്താവനകളുമായിട്ട് ബന്ധപ്പെട്ട ആ വിവാദങ്ങൾക്ക് ശേഷമാണ് ഹൈക്കമാൻഡ് ചർച്ചയും നടക്കുന്നത്. താങ്കളടക്കം ആ സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും മോദിയുടെ വിദേശ നയം, യുക്രൈൻ വിഷയത്തിൽ തരൂർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇനി ഇതൊരു സ്പേസാക്കി ഉയർത്തേണ്ട കാര്യമില്ല എന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം കൊണ്ടുകൂടിയാണ്. അല്ല, ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ തന്നെ അവർ തന്നെ അതിലേക്ക് ഇടപെടേണ്ട എന്നൊരു തീരുമാനം എടുത്തതായി മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. അതതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഒരു കാര്യമില്ല, ഡൽഹി ചർച്ച നടക്കുമ്പോൾ ശശി തരൂരും കൂടെ ഇരിക്കുന്ന ആ വേദിയിലാണ് വളരെ കൃത്യമായി, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞു ആ മീറ്റിങ്ങിൽ. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, മോഡിയെ അനുകൂലിക്കുന്നതും അതുപോലെ കോൺഗ്രസ് വിരുദ്ധ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതും പാർട്ടി വിരുദ്ധ നടപടിയാണ്, ശരിയായ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ആ ഒരു സ്പിരിറ്റ് എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. ശശി തരൂരും കൂടുതലായി അത് ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഞാനിപ്പോഴും ഞാനത് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ അതാണ്. അദ്ദേഹം ആ സ്പിരിറ്റ്, ഡൽഹി ഹൈക്കമാൻഡ് ചർച്ചയുടെ ആ ഒരു സ്പിരിറ്റ് അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വരും ദിവസങ്ങളിൽ ഒരു തിരുത്തൽ അദ്ദേഹത്തിൽ ഉണ്ടായേക്കും. ഞാൻ പറഞ്ഞല്ലോ, അത് തീർച്ചയായും ആ ഒരു സ്പിരിറ്റ്, ഡൽഹി ഡിസ്കഷൻ്റെ ഒരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് അതാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ നയിക്കുന്നത്. തീർച്ചയായും എല്ലാവരും തന്നെ ആ തരത്തിലുള്ള പാതയിലേക്ക് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും. അതുവഴി ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കും. ഒരു കാലത്ത് പാർട്ടിയിലെ റിബൽ എന്നറിയപ്പെട്ടിരുന്ന ഒരാൾ കൂടിയാണ് ശ്രീ വി എം സുധീരൻ. അപ്പോൾ ഈ ഒറ്റതിരിഞ്ഞ ശബ്ദങ്ങളെ എങ്ങനെയാണ് ശരിക്കും ആത്മാർത്ഥമായിട്ട് താങ്കൾക്ക് വിമർശിക്കാൻ കഴിയും? ഇല്ല, ശരിക്കും ഒരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും ഒറ്റതിരിഞ്ഞുള്ള അഭിപ്രായക്കാരനല്ല. നമ്മൾ പറഞ്ഞിരുന്നൊരു പൊതുവായ അഭിപ്രായമാണ്. ആ അഭിപ്രായം ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയുള്ള അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങൾ ശരി, അന്ന് അതിനോട് വിയോജിച്ച ആളുകൾ പോലും പിന്നീട് പറഞ്ഞത് ശരിയായിരുന്നു. അതുകൊണ്ട് പാർട്ടി താല്പര്യം, ജനതാല്പര്യം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയം ജനനന്മയ്ക്ക് വേണ്ടിയാണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല. രാഷ്ട്രീയം കേവലം അധികാരത്തിന് വേണ്ടിയുള്ളതല്ല. അധികാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പെശകളുടെ പാളിച്ച കണ്ടാൽ പാളിപ്പോകുന്നു എന്ന് വരുന്നൊരു ഘട്ടത്തിൽ അതിനെ തിരുത്തേണ്ട.
ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏതായാലും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ഒരു സമയമൊക്കെയാണ്. നിലപാടുകൾ പറയുന്ന നേതാക്കന്മാർ വരികയും വേണം. സ്ഥാനാർത്ഥി നിർണയം കൃത്യമായി അത് പാളിച്ചകളില്ലാതെ കൊണ്ട് നടക്കണം കോൺഗ്രസ് എന്ന് താങ്കൾ പറയുകയും ചെയ്യുന്നു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ VM സുധീരൻ സ്ഥാനാർത്ഥിയാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിട്ടിട്ട് കാലം കുറയായി. അതായത് 25 വർഷം MLA MP പാർലമെൻ്ററി പ്രവർത്തനം 25 വർഷം പൂർത്തിയായപ്പോൾ അന്ന് എഴുതി കൊടുത്തു ഞാൻ, ഇനി എൻ്റെ പേര് ഒരു പാർലമെൻ്ററി പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടുത്തരുത്. പിന്നീട് 2004 ശരിക്കും പറഞ്ഞാൽ എന്നോട് പറയാതെ ഏകപക്ഷീയമായ അനൗൺസ്മെൻറ്റാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇത്ര ഇല്ലല്ലോ. ഞാൻ ലാൻഡ് ഫോണൊക്കെ മാറ്റി റിസീവറൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം നമ്മുടെ സ്പീക്കർ വക്കം പുരുഷോത്തമൻ്റെ അടുത്ത് ഒരു സ്റ്റാഫ് വന്നു. സ്പീക്കർക്ക് സംസാരിക്കാനാണ് ഫോണൊന്ന് നേരെ വയ്ക്കാൻ പറഞ്ഞിട്ട്. ഞാൻ ഫോൺ വയ്ക്കുന്നു, ദാ വരുന്നൊരു കോള് ഡൽഹിയിൽ നിന്നാണ്, അഹമ്മദ് പട്ടേലാണ്. സുധീരൻജി, യു ആർ ദി കാൻഡിഡേറ്റ്, താങ്ക് യു വെരി മച്ച് എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. എനിക്ക് അങ്ങോട്ട് പറയാൻ പോലും ഒരു അവസരം തന്നില്ല. പിന്നെ എൻ്റെ പേരിൻ്റെ അവിടെ ഒരു നക്ഷത്ര ചിഹ്നം കൂടിയിട്ട് അവർ അനൗൺസ് ചെയ്തു. പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയായി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതേപോലെ ഒരു പാർട്ടി പ്രവർത്തനം അതുപോലെ ഇത്തവണ ഇല്ല. അതുപോലെ ഇത് വളരെ കൃത്യമായിട്ട് അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി തന്നെ ശക്തമായി എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ രാഹുൽ ഗാന്ധി, പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ. പക്ഷേ ഞാനിതിന് വഴങ്ങിയിട്ടില്ല. ഇനി പുതിയ തലമുറ വരട്ടെ, പുതിയ ആളുകൾ വരട്ടെ, പുതിയ തലമുറ വരട്ടെ. നമുക്ക് മിടുക്കന്മാരായ ഒരുപാട് പേരുടെ മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അവരൊക്കെ ജയിച്ചു വരട്ടെ. തീർച്ചയായും UDF അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി അധികാരത്തിൽ തിരിച്ചു വരും. പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് രംഗത്തില്ലെങ്കിലും വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്. ജനകീയ പോരാട്ടങ്ങൾ തങ്ങളുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. വളരെയധികം നന്ദി, VM സുധീരൻ. താങ്ക് യു അപർണ, താങ്ക് യു.